നെക്സ്റ്റ് നമുക്കൊരു തിയറം നോക്കാം. Let x equal to sequence xn be a bounded sequence of real numbers and let x element of R have the property that every convergent subsequence of x converges to x. Then the sequence x converges to x. x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ സീക്വൻസിൻ്റെ കൺവേർജൻ സബ്സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ മെയിൻ സീക്വൻസ് എക്സിലോട്ട് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യേണ്ടത്. സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് കേട്ടോ. ഒരു ബൗണ്ടഡ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസ് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സീക്വൻസും എക്സിലോട്ട് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ തിയറം പറയുന്നത്. അപ്പോൾ ആ തിയറത്തിനെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് എന്താ, എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സബ്സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ, എക്സ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെറ്റ് എക്സ് ഡസ് നോട്ട് കൺവേർജ് ടു എക്സ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കാം. എക്സ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർ എക്സിസ്റ്റ് ആൻഡ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നമ്മളൊരു തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയണേ കേട്ടോ. ഒരു ഇക്വാലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ സബ്സീക്വൻസ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു സബ്സീക്വൻസ് കൺസിഡർ ചെയ്തെന്ന് വയ്ക്കുക. എക്സ് എൻ കെ ഓഫ് എക്സ് such that modulus of x n k minus x greater than or equal to epsilon for all k belongs to n. ഓക്കെ, അപ്പോൾ എക്സ് എക്സിലോട്ട് കൺവേർജ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്സീക്വൻസ് എന്തായാലും കൺവേർജ് ചെയ്യില്ലല്ലോ. അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളത് എല്ലാതും എലമെൻറ്റ്സും ആ എലമെൻറ്റും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ നോട്ടിനെക്കാട്ടും ചെറുതായിരിക്കില്ല. അതാണ് കൺവേർജ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എക്സ് ഡാഷ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിൻ്റെ സബ്സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നതും ബൗണ്ടഡ് ആണ്. സബ്സീക്വൻസ് ഓഫ് എ ബൗണ്ടഡ് സീക്വൻസ് വിൽ ബി ഓൾവേസ് ബൗണ്ടഡ്. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. Therefore by ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എന്താ പറയണേ, ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടായിരിക്കും എന്നുള്ളതാണ്, ഒരു കൺവേർജൻ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. സോ ബൈ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എക്സ് ഡാഷ് ഹാവ് എ സബ്സീക്വൻസ് എക്സ് ഡബിൾ ഡാഷ് വിച്ച് ഈസ് കൺവേർജൻറ്റ്. ഓക്കെ, കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് എക്സ് ഡാഷിനുണ്ട്. അത് നമ്മൾ എന്തെടുക്കാം, എക്സ് ഡബിൾ ഡാഷ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്സിൻ്റെ സബ്സീക്വൻസ് ഓൾറെഡി എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സബ്സീക്വൻസ് നമ്മൾ ഇതിൻ്റെ ഒരു സബ്സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്സീക്വൻസ് ആണ് എക്സ് ഡബിൾ ഡാഷിലോ, അത് കൺവേർജൻ സബ്സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഈ എക്സ് ഡബിൾ ഡാഷും എവിടത്തേക്ക് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക, എക്സിലോട്ട് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക.
അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് എക്സ് ഡബിൾ ഡാഷ്. ഈ എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എക്സിൻ്റെ വേറൊരു സബ് സീക്വൻസ് ആണല്ലോ, ആണ്. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ സബ് സീക്വൻസ് കൺവേർജ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യണേന്ന് വെക്കും. അപ്പോൾ എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു. അതായത് ഇതാണ് ഈ നൈബർഹുഡിൽ, എപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ ഈ എക്സ് ഡബിൾ ഡാഷിൻ്റെ ടേംസും എക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആയിരിക്കും എന്നാണ് നമുക്ക് പറയുന്നത് അല്ലേ. പക്ഷേ എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ആരുടെ സബ് സീക്വൻസ് ആണ്? എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എക്സിൻ്റെ സബ് സീക്വൻസ് ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എക്സ് ഡബിൾ ഡാഷിലെ ടേംസ് ഇതിൻ്റെ നൈബർഹുഡിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം നമ്മൾ എന്താ, എക്സ് ഡാഷ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസംഷൻ. പക്ഷെ നമ്മളിവിടെ ചെയ്തു വന്നപ്പോൾ എക്സ് ഡബിൾ ഡാഷിലെ എലമെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ അസംഷൻ തെറ്റാണ്. therefore നമുക്ക് എന്താ പറയുക, എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഓർക്കാം, ഇത് സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. ഒരു ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ് സീക്വൻസ് എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സീക്വൻസും എക്സിലോട്ട് കൺവേർജ് ചെയ്യും. അതാണ് നമ്മളുടെ ഈ തിയറം പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വേറൊരു തിയറം കൺസിഡർ ചെയ്യാം. If sequence A and be a sequence such that limit a to n minus 1 equal to L and limit sequence a to n equal to L, then limit sequence a n equal to L. a to n minus 1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റും a to n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റും L ആണ് എങ്കിൽ a n എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് L ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്നത് എന്താ, a to n minus 1 equal to L ആണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ചൂസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കേട്ടോ. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ there exists k1 belongs to natural, there exists a natural number k1 such that modulus of a to n minus 1 minus L less than epsilon for all to n minus 1 greater than or equal to k1. അതുപോലെ തന്നെ a to n-ൻ്റെ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k2 such that modulus of a to n minus L less than epsilon for all to n greater than or equal to k2. നമുക്ക് അപ്പോൾ ഇതിനെ രണ്ടെണ്ണം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് നമുക്ക് k എന്ന് എടുക്കാം. k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 k2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of ak minus L less than epsilon for all n greater than or equal to k എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും നമ്മളുടെ കെ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കെ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. കെ എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ജനറലി നമുക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതായത് ലിമിറ്റ് സീക്വൻസ് എ എൻ ഈക്വൽ ടു എൻ. ഇതാണ് റിസൾട്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് theta is a rational number such that 0 less than theta less than 1 show that sin n theta pi is divergent. തീറ്റ ആംഗിൾ വാല്യൂ ചെയ്യുന്നത് 0 to 1 ആണ്. തീറ്റ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്.
അങ്ങനെയാണെങ്കിൽ സൈൻ ആൻഡ് തീറ്റ പൈ എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. തീറ്റ എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആണല്ലേ. ഇപ്പോൾ റേഷണൽ നമ്പറിനെ നമുക്ക് എ ബൈ ബി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എയും ബിയും റേഷണൽ നമ്പേഴ്സ് ആണ്. എ ലെസ് ദാൻ ബി ആണ്, ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഇനി സൈൻ എൻ തീറ്റ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീക്വൻസിന് ഒരു സബ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് ബൈ പുട്ടിങ് n ഈക്വൽ ടു ബി 2b 3b എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സബ് സീക്വൻസ് എന്താ വരുന്നത്? സൈൻ എന്നിന് ബി കൊടുത്തു കഴിഞ്ഞാൽ എന്നിന് നമ്മളിപ്പോൾ ബി കൊടുത്തു എന്ന് വയ്ക്കുക. ഇപ്പോൾ ബി ഇൻറ്റു എ ബൈ ബി ഇൻറ്റു പൈ വരും. ഇപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എ പൈ വന്നു. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് സൈൻ എ പൈ ആണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം വരുന്നത് സൈൻ 2a പൈ, നെക്സ്റ്റ് വരുന്നത് സൈൻ 3a പൈ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഈ സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈൻ എ പൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നിന് ഏത് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും സൈൻ എൻ പൈ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ? 0, 0, 0, എക്സെട്ര 0. ഈ സീക്വൻസ് എവിടത്തേക്ക് കൺവേർജ് ചെയ്യുന്നത്? 0യിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയേ? സൈൻ എൻ തീറ്റ പൈയുടെ ഒരു സബ് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ആ സീക്വൻസ് 0യിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ വേറൊരു സബ് സീക്വൻസ് കൺസിഡർ ചെയ്യാണ് ബൈ പുട്ടിങ് n ഈക്വൽ ടു b പ്ലസ് 1 2b പ്ലസ് 1 3b പ്ലസ് 1 എന്ന് എന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എന്താ വരാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഇപ്പോൾ സൈൻ b പ്ലസ് 1 a ബൈ b പൈ സൈൻ 2b പ്ലസ് 1 a ബൈ ബി പൈ എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് വരും. ഇത് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൈൻ എ പൈ പ്ലസ് എ ബൈ ബി പൈ കോമ സൈൻ 2a പൈ പ്ലസ് എ ബൈ ബി പൈ എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കുക, സൈൻ എ പൈ പ്ലസ് എ ബൈ ബി പൈ എന്ന് പറയുമ്പോൾ സൈൻ എ പൈ ആയ കാരണം നമുക്ക് സൈനിൻ്റെ വാല്യൂ തന്നെ വരും. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നെഗറ്റീവ് 1/a സൈൻ എ ബൈ ബി പൈ എന്നുള്ളത് വരും. ദെൻ കോമ ഇവിടെ നെഗറ്റീവ് 1/2a സൈൻ എ ബൈ ബി പൈ എന്നുള്ളത് വരും, കോമ എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ സീക്വൻസ് നമ്മൾ നോക്കാം. ഈ സീക്വൻസിൽ എ എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീക്വൻസ് എന്താ വരിക? സൈൻ എ ബൈ ബി പൈ സൈൻ എ ബൈ ബി പൈ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ് വരിക അല്ലേ. ആ കേസിൽ ഇതെന്തായിരിക്കും? കൺവേർജൻ്റ് ആണ്. ഇനി എ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെന്ന് വയ്ക്കാം. എ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരണം പോസിറ്റീവ് വരണം നെഗറ്റീവ് വരണം പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലാണ് വരിക. അപ്പം ആ കേസിൽ നമ്മളുടെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ? ഡൈവേർജൻ്റാ. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിന് നമുക്കിവിടെ എന്ത് കിട്ടി? ഇതിൻ്റെ ഒരു സബ് സീക്വൻസ് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്തപ്പോൾ 0യിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്തപ്പോൾ അതിൽ ഒരെണ്ണം ഡൈവേർജൻ്റ് ആയിപ്പോയി. ഈ എയുടെ വാല്യൂ ഈവനും ഓടും അനുസരിച്ചിട്ട് ഒരെണ്ണം ഡൈവേർജൻ്റ് ആയിപ്പോയി, ഒരെണ്ണം കൺവേർജൻ്റും ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് സൈൻ എൻ തീറ്റ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്തപ്പോൾ സബ് സീക്വൻസുകളുടെ ലിമിറ്റ് എന്തല്ല? സെയിം ലിമിറ്റ് അല്ല വരുന്നത്. ദെർഫോർ സൈൻ എൻ തീറ്റ പൈ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എന്താണ്? ഡൈവേർജൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ സൈൻ ആൻഡ് തീറ്റ പൈ എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് സെയിം അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് സൈൻ ആൻഡ് തീറ്റ പൈ എന്ന് പറയുന്നത് എന്തായി? ഡൈവേർജൻ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 then the sequence x raised to n converges to 0, and if 1 less than x less than infinity then sequence x raised to n diverges to infinity. x raised to n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. അതിൽ എക്സ് എന്ന് പറയുന്നത് 0നും 1നും ഇടയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യും. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് 1നും ഇൻഫിനിറ്റിക്കും ഇടയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഇൻഫിനിറ്റിയിലോട്ടാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ കേസ് നമുക്ക് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പം അങ്ങനത്തെ കേസിൽ എക്സ് റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എന്ത് സീക്വൻസ് ആണ്? നമുക്ക് എന്തായാലും 0 തൊട്ട് 1 വരെയുള്ള വാല്യൂസ് റേസ് ടു ദ പവർ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുക. മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഒരു ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട്. ബൗണ്ടഡ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. therefore by monotone convergence theorem നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസ് എക്സ് റേസ് ടു എൻ കൺവേർജൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. സീക്വൻസ് എക്സ് റേസ് ടു എൻ ഈസ് കൺവേർജൻറ്റ്. മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആയ കാരണം ഇതിൻ്റെ ഇൻഫിമം ആയിരിക്കും ഇതിൻ്റെ ലിമിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് എന്നുള്ളത് കിട്ടും. ഇനി അല്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ പ്രൂവ് ചെയ്യാം. റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലിമിറ്റ് an+1 ബൈ ലിമിറ്റ് an കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റ് എക്സ് റേസ് ടു n+1 ബൈ ലിമിറ്റ് എക്സ് റേസ് ടു n. എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് ബൈ എക്സ് റേസ് ടു n ആണെങ്കിൽ എക്സ് റേസ് ടു n ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്ക് ലിമിറ്റ് എക്സ് ആണ് വരിക. ഓക്കെ, ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് തന്നെയാണ്. കാരണം ഈ എക്സ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലാണല്ലോ. അപ്പോൾ എന്തായാലും ഇത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇത് ലെസ് ദാൻ 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്വൻസ് എക്സ് റേസ് ടു എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ റേഷ്യോ ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ മോണോട്ടോൺ കൺവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ് റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് വേർ എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യും എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് 1നും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഒരു നമ്പറാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് എക്സ് റേസ് ടു n എന്തായാലും മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, ഈ സീക്വൻസ് ഇൻഫിനിറ്റിലോട്ടാണ് പോകുന്നത്. ഡൈവേർജ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ സപ്പോസ് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യും എന്ന് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കും. സപ്പോസ് ലിമിറ്റ് സീക്വൻസ് എക്സ് n ഈക്വൽ ടു L എന്നാണെന്ന് വിചാരിക്കും കേട്ടോ. നമ്മുടെ ഇനി നമുക്ക് എക്സ് റേസ് ടു n+1 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണേ. എക്സ് റേസ് ടു n+1 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എക്സ് റേസ് ടു n+1 ഈക്വൽ ടു ലിമിറ്റ് എക്സ് റേസ് ടു n ഇൻറ്റു ലിമിറ്റ് എക്സ്. അതായത് ഇതിൻ്റെ ലിമിറ്റ് എല്ലാണ് വിച്ച് ഈക്വൽ ടു എക്സ് റേസ് ടു എന്നിൻ്റെ ലിമിറ്റ് നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇൻറ്റു ലിമിറ്റ് എക്സ് 1നും ഇൻഫിനിറ്റിക്ക് ഇടയിലായി കാരണം ലിമിറ്റ് എക്സ് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വരാം? L മൈനസ്
Lx equal to 0, which implies 1 minus x into L equal to 0, which implies x എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1 മൈനസ് സംതിങ്. അപ്പോൾ എന്തായാലും ഇതൊരു നെഗറ്റീവ് ടേം ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻറ്റു എൽ ഈക്വൽ ടു 0 എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ ആണ് വരിക. ഇൻറ്റു എൽ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എൽ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞ് കിട്ടുക. എൽ എന്ന് പറയുന്നത് ലിമിറ്റ്, ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 എന്നാണ് പറഞ്ഞ് കിട്ടുക. പക്ഷേ നമുക്ക് എക്സ് റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എന്താ, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അതിൻ്റെ ലോവർ ബൗണ്ട് വരുന്നത് എന്താ, 1 ആണ്. അപ്പോൾ അതിനെന്തായാലും 0 എന്ന് പറയുന്നത് ലിമിറ്റ് ആയിട്ട് വരുമോ, ഇല്ല. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. Assumption തെറ്റാണ്. Therefore, sequence x raised to n is divergent when x lies in between 1 and infinity. Okay. അപ്പോൾ ഈ സെയിം സീക്വൻസ് തന്നെ രണ്ട് സിറ്റുവേഷൻസിൽ ഒരെണ്ണം കൺവേർജ് ചെയ്യും, ഒരെണ്ണം ഡൈവേർജ് ചെയ്യും. അതായത് എക്സ് വെൻ ലൈസ് ബിറ്റ്വീൻ 0 and 1, എക്സ് റേസ് ടു n കൺവേർജസ് ടു 0. ആൻഡ് ഇഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 1 and infinity, എക്സ് റേസ് ടു n ഡൈവേർജസ് ടു infinity.